സാർ നമ്മുടെ ഈ ചരിത്ര പുരുഷൻ യോദ്ധാവ് എന്നൊക്കെ നിലയിലാണല്ലോ അയ്യപ്പൻ അറിയപ്പെടുന്നത്. ഈ അയ്യപ്പൻ ജനിച്ച ദിവസം, ജനിച്ച സമയം ഇതൊക്കെ തന്നെ ഒരു ജ്യോതിഷി കണ്ടെത്തിയെന്ന് കേൾക്കുന്നല്ലോ. അതായത് ഡോക്ടർ PS മഹേന്ദ്രകുമാർ, അദ്ദേഹത്തിന് ജ്യോതിഷത്തിൽ തന്നെയാണ് ഡോക്ടറേറ്റ് ഉള്ളത്. വേദ പണ്ഡിതനും ഒക്കെയാണ്. BJPയുടെ IT സെല്ലും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളാണ്. തിരുവനന്തപുരത്ത് ആണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന സ്ഥലമൊക്കെ. അദ്ദേഹം ഒരു കുറിപ്പ് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അയ്യപ്പൻ ജനിച്ച സമയവും വർഷവും തീയതിയും ഒക്കെ പറഞ്ഞിട്ട്. അദ്ദേഹം പോസ്റ്റിൻ്റെ അപ്പുറത്തേക്ക് ഇനി കൂടുതലൊന്നും ചെയ്യാൻ പോകുന്നില്ല, വീഡിയോയൊന്നും അദ്ദേഹം ചെയ്യുന്നില്ല എന്നതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീഡിയോ നമുക്ക് അല്ലേ ചെയ്യാമല്ലോ. എനിക്കിതിൻ്റെ അകത്തൊരു കൗതുകമുള്ളത് ഞാൻ അവസാനം പറയാം, കാരണം ഈ തീയതിയുമായി ബന്ധപ്പെട്ടിട്ട്. അപ്പോൾ ഇത് അയ്യപ്പൻ ജനിച്ചത് 1250 ജനുവരി 2 പുലർച്ചെ 3:18. ഒന്നുകൂടി പറയാം, അയ്യപ്പൻ ജനിച്ചത് 1250 ജനുവരി 2 പുലർച്ചെ 3:18. ഇതാണ് ഡോക്ടർ PS മഹേന്ദ്രകുമാറിൻ്റെ കണ്ടെത്തൽ. കുറേ കാലത്തെ ഗവേഷണ പഠനങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ കുറിപ്പ് വായിച്ചാൽ മനസ്സിലാവും. അദ്ദേഹത്തിൻ്റെ കുറിപ്പിൽ നിന്ന് ഈ ജ്യോതിഷ സംജ്ഞകൾ, അതിൻ്റെ കണക്ക്, കാൽക്കുലേഷൻ, അത് പ്രേക്ഷകർക്കും നമുക്കും കൃത്യമായി മനസ്സിലാകണമെന്നില്ല. അതുകൊണ്ട് അത് മാറ്റിവെച്ചിട്ട് ലളിതമായിട്ട് അത് വിവരിക്കാനായിട്ട് ശ്രമിക്കാം. ഈ അയ്യപ്പൻ്റെ ജീവിതകഥ പ്രധാനമായിട്ടും ഭൂതനാഥ സർവസ്വം, അത് ഒരു മലയാളത്തിലുള്ളത്. പിന്നെ ശ്രീ ഭൂതനാഥോപാഖ്യാനം എന്ന് പറഞ്ഞിട്ട് സംസ്കൃതത്തിൽ ഒരു കൃതിയുണ്ട്. അത് ആരെപ്പോൾ എങ്ങനെ എഴുതിയതാണ് എന്നൊന്നും കൃത്യമായിട്ട് അറിയില്ല. ശ്രീ ഭൂതനാഥോപാഖ്യാനം സംസ്കൃതം. അതിലൊരു ശ്ലോകം, സാധാരണ സംസ്കൃതം ഞാനും പഠിച്ചിട്ടുണ്ട് കുറേ വർഷങ്ങൾ. അപ്പോൾ സംസ്കൃതത്തിൽ നമ്മൾ ഈ ആളുകളുടെയൊക്കെ ജനന സമയമൊക്കെ പറയാനായിട്ടേ ചില ശ്ലോകങ്ങളിൽ, ആ ശ്ലോകങ്ങളിലെ സൂചനകൾ വെച്ചിട്ട് വേണം കണക്കാക്കാൻ. അതിപ്പോൾ ശ്രീരാമനെ പറ്റി രാമായണത്തിലൊക്കെ ഇന്ന പക്ഷ ഇന്ന തിഥി എന്നൊക്കെ ഇതിൻ്റെ അകത്ത് പറയും. ഇത് വെച്ചിട്ട് കണക്കാക്കി എടുക്കുകയാണ് വേണ്ടത്. പല കൃതിയിലും കലി ദിനസംഖ്യ എന്നൊക്കെ പറഞ്ഞിട്ട് ഇത്ര എന്നൊക്കെ പറയും. ഇതൊക്കെ കണക്കാക്കി എടുക്കണം. ഇതിനെ പറ്റിയൊക്കെ പാണ്ഡിത്യം വേണം. അതുള്ള ആളാണ് മഹേന്ദ്രകുമാർ. അപ്പോൾ ശ്രീ ഭൂതനാഥോപാഖ്യാനത്തിലെ അയ്യപ്പൻ്റെ ജനന സമയം പറയുന്നൊരു ശ്ലോകമുണ്ട് അതിൻ്റെ അകത്ത്. ആ ശ്ലോകം ഇതാണ്: ഭഗർഷേ കൃഷ്ണപഞ്ചമ്യാം തിഥൗ മന്ദസ്യ വാസരെ അളിലഗ്നെ ചാപമാസസ്യാന്തേ ശുഭമുഹൂർത്തകേ ഉദ്ഭൂവാദി തേജസ്വി ഗുണവാൻ ഭൂതനായകഃ. ഇതാണ് ഭൂജാതനായി എന്ന് പറയുമല്ലോ. നമ്മുടെയൊക്കെ ജാതകമൊക്കെ എഴുതുമ്പോഴുമൊക്കെ ഈ തിഥിയിൽ ഇന്ന ലഗ്നത്തിൽ അദ്ദേഹം ജനിച്ചു എന്നൊക്കെ ഉള്ളത് നമ്മുടെ ഇതിലൊക്കെ ഉണ്ടാവും. ഗ്രഹനില ഉണ്ടാവും. അയ്യപ്പൻ്റെ ഗ്രഹനിലയും മഹേന്ദ്രകുമാർ തയ്യാറാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ നമുക്ക് കൊടുക്കാം. അപ്പോൾ അതുകൊണ്ട് ബാക്കി കാര്യങ്ങൾ ബാക്കി ജ്യോത്സ്യന്മാർക്കൊക്കെ കണക്കാക്കാവുന്നതാണ്. ഇത് ഇപ്പം ഞാൻ വായിച്ച ശ്ലോകം, അതിൻ്റെ അർത്ഥം ഉത്തരം നക്ഷത്രവും കൃഷ്ണപഞ്ചമി തിഥിയും ശനിയാഴ്ചയും കൂടിയ ദിവസം ധനുമാസത്തിൻ്റെ അവസാന നാളിൽ വൃശ്ചിക ലഗ്നം ഉദിച്ചപ്പോൾ ഗുണവാനും തേജസ്വിയുമായ ഭൂതനാഥൻ അവതരിച്ചു. ഇത് വെച്ചിട്ട് കണക്ക് കൂട്ടലിലേക്ക് കടക്കാമല്ലോ. അപ്പോൾ ഇതനുസരിച്ചിട്ടുള്ള ഗ്രഹനില എന്താണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഗണിക്കേണ്ടത്. അപ്പോൾ ഇതനുസരിച്ചിട്ട് 1250 ജനുവരി 2 പുലർച്ചെ 3:18 എന്ന് അദ്ദേഹം കണക്കാക്കുന്നു. അതിൻ്റെ കാരണങ്ങൾ പിന്നെ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് ഇതിൻ്റെ അകത്ത്. ആ വിശദീകരണത്തിലെ ഓരോ പോയിന്റും പറഞ്ഞാൽ മനസ്സിലാക്കാൻ പ്രയാസമായിരിക്കും. പക്ഷേ പൊതുവെ മനസ്സിലാക്കേണ്ടത് ധനുവിലെ അവസാന ദിവസം എന്ന് ഇതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്. ധനുമാസത്തിലെ അവസാന ദിവസം എന്ന് പറഞ്ഞാൽ 29-ാം തീയതിയാണുള്ളത്. അത് പിന്നെ നമ്മൾ മറ്റേതിലേക്ക് കൺവെർട്ട് ചെയ്തെടുക്കുക. അയ്യപ്പൻ പിന്നീട് വന്നതാണ് അവതാരമായിട്ട് ശാസ്താവിൻ്റെ. ഇത് ശാസ്താവിൻ്റെ
ശാസ്താവ് ജനിച്ച ദിവസമല്ല ഈ പറയുന്നത്. അത് പ്രേക്ഷകർ ശ്രദ്ധിക്കണം. ശാസ്താവ് പണ്ടേ ഉണ്ട്. അത് ജനിച്ച ദിവസവും തിഥിയും അതൊന്നും അറിയാതെ ഒരു വലിയ അല്ലേ പ്രപഞ്ചനാഥനായിട്ട് ശാസ്താവുണ്ട്. ശാസ്താവിൻ്റെ അവതാരമാണ് ചരിത്ര പുരുഷനായ അയ്യപ്പൻ. അപ്പോൾ കൊല്ലവർഷം 79 ആണ്. കൊല്ലവർഷം എന്ന് പറഞ്ഞാൽ മലയാള വർഷം. മലയാള വർഷം 79 പന്തളം രാജകുടുംബത്തിൻ്റെ, അതായത് പന്തളത്തിൽ എത്തിയതായിട്ട് ചരിത്രം തുടങ്ങുന്നത്. അത് കൊല്ലവർഷം 79 എന്ന് പറഞ്ഞാൽ AD, ഇപ്പോൾ CE എന്ന് പറയുമല്ലോ, ക്രിസ്ത്യൻ ഈറ, അത് 903 ആണ്. അപ്പോൾ അത് പാണ്ഡ്യവംശത്തിൽ നിന്ന് വന്നവരാണ്. ചേര, ചോള, പാണ്ഡ്യ ഉണ്ടല്ലോ. അതിൽ പാണ്ഡ്യവംശത്തിൻ്റെ ശാഖ ആണ് ഈ പന്തളം രാജകൊട്ടാരം. അത് ചെമ്പഴന്നൂർ സ്വരൂപം എന്നാണ് പറയുക. പാണ്ഡ്യവംശത്തിൻ്റെ ചെമ്പഴന്നൂർ സ്വരൂപം. മധുരയിൽ നിന്ന് പിരിഞ്ഞു പോകുന്നവരാണ് അവർ. അത് കഴിഞ്ഞ് മധുരയിൽ നിന്ന് പിരിഞ്ഞ് 2.5 നൂറ്റാണ്ട് കഴിഞ്ഞിട്ടാണ് അവർ കേരളത്തിലെത്തുന്നത്. അപ്പോൾ ബ്രഹ്മാണ്ഡ പുരാണത്തിൻ്റെ ഭാഗമാണ് ഈ ഭൂതനാഥ ഉപാഖ്യാനം, സംസ്കൃതം നമ്മളിപ്പോൾ പറഞ്ഞത് എന്നൊരു വിശ്വാസമൊക്കെ ഉണ്ട്. ഈ കുറുമള്ളൂർ നാരായണപിള്ള എഴുതിയതാണ് ഭൂതനാഥ സർവസ്വം. രണ്ടാമത്തെ ഈ ജീവചരിത്രം എന്ന് പറഞ്ഞില്ലേ, ഭൂതനാഥ സർവസ്വം. അത് ഏറ്റുമാനൂർ കുറുമള്ളൂർ നാരായണപിള്ള എഴുതിയതാണ്. ആ പുസ്തകപ്രകാരം ഭൂതനാഥ സർവസ്വം, ഞാൻ രണ്ടാമത്തെ പുസ്തകത്തിലേക്ക് കിടക്കുകയാണ്. ഭൂതനാഥ സർവസ്വ പ്രകാരം AD 1190 1210 കാലത്താണ് പന്തളത്ത് ആ രാജകുടുംബം എത്തുന്നത്. അപ്പോൾ അയ്യപ്പൻ്റെ ഈ ജനന സമയം മഹേന്ദ്രകുമാർ ഗണിച്ചതുമായിട്ട് ഏതാണ്ട് ശരിയായിട്ട് വരുന്നുണ്ടത്. തെങ്കാശി, അച്ചൻകോവിൽ, ചെങ്കോട്ട, ശിവഗിരി തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ അവർ താമസിച്ചു, മധുരയിൽ നിന്ന് പിരിഞ്ഞിട്ട്. പിന്നെ ഈ കോന്നിയിൽ അവർ വന്ന് താമസിച്ചു. കോന്നിയിൽ മുരിങ്ങമംഗലം മഹാദേവ ക്ഷേത്രം അവരുടെ കുലക്ഷേത്രമായിട്ട് ഉണ്ടാക്കുകയും ഒക്കെ ചെയ്തതാണെന്നാണ് വിശ്വാസം. കോന്നി പുല്ലുകാട്ട് താമസിച്ചിരുന്നു. കൊല്ലവർഷം 377 പന്തളത്തെത്തി എന്നാണ് ഭൂതനാഥ സർവസ്വം പറയുന്നത്. എന്ന് പറഞ്ഞാൽ AD CE 1201 പന്തളത്ത് അവരെത്തുന്നത്. അപ്പോൾ അതിനു മുമ്പ് ഇവർ തിരുനെൽവേലിക്കടുത്ത വള്ളിയൂർ വന്ന് താമസിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവർ ഈ തെങ്കാശിയിൽ അവിടെയൊക്കെ താമസിക്കുന്ന കാലത്ത് മധുര ഭരിച്ചിരുന്ന തിരുമല നായ്ക്കന് അദ്ദേഹത്തിൻ്റെ മകളെ ഇവരുടെ കുടുംബത്തിലേക്ക് കെട്ടിച്ചയക്കാം എന്നൊരാഗ്രഹം തോന്നി. പക്ഷേ അത് ഈ കുടുംബത്തിന്, പന്തളം കുടുംബത്തിന് അതിനോട് താല്പര്യം ഉണ്ടായിരുന്നില്ല. ജാതി പ്രശ്നം. അവർ തിരുമല നായക്കൻ ശൂദ്രരും ഇവർ ക്ഷത്രിയരും ആയതുകൊണ്ട്. അപ്പോൾ തിരുമല നായക്കൻ ഇവരിയ്ക്കുന്ന സ്ഥലമൊക്കെ ആക്രമിക്കാൻ തുടങ്ങി. തെങ്കാശി ആകെ നാശമാക്കി. പിന്നെ അവിടെ നിന്ന് ഇവർ പിരിയാണല്ലോ. ചെമ്പഴഞ്ഞി കോവിലകം എന്നൊക്കെ പറയാൻ തുടങ്ങി. ചോളന്മാർ തിരുവിതാംകൂർ ആക്രമിച്ചപ്പോൾ ഇവരെ നാട്ടുകാർ കൊണ്ടുവന്ന് പന്തളത്ത് താമസിപ്പിച്ചു എന്നാണ് വിശ്വാസം. കൈപ്പുഴ തമ്പാൻ കൊടുത്ത സ്ഥലത്താണ് അവർ താമസം ഉറപ്പിച്ചത് എന്നും പറയുന്നു. അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യം പറഞ്ഞ ശ്ലോകം അനുസരിച്ചിട്ട് വൃശ്ചിക ലഗ്നം പുലർച്ചെ 2:32 മുതൽ 4:40 വരെ ആയിരിക്കാം ജനിച്ചത് എന്ന് ഗണിക്കുമ്പോൾ കിട്ടും. പക്ഷേ അന്നത്തെ ദിവസം 3 ശുഭമുഹൂർത്തം ആണ് ഗണിക്കുമ്പോൾ കിട്ടുക. അപ്പോൾ പക്ഷേ അതിൽ ശുഭം എന്ന് പറഞ്ഞാൽ ബൃഹസ്പതി എന്നൊരർത്ഥമുണ്ട്. അത് നമ്മൾ എടുക്കുകയാണെങ്കിൽ ജനന സമയം അയ്യപ്പൻ്റെ 2:35 മുതൽ പുലർച്ചെ 3:24 വരെ എന്ന് കിട്ടും. അതിൻ്റെ ഇടയ്ക്കാണ് ജനിച്ചതെന്ന് കിട്ടും. പക്ഷേ അതിൽ ഭൂതനായകൻ അത് അവസാനിക്കുന്നത് ഉദ്ഭൂവാധി തേജസ്വി ഗുണവാൻ ഭൂതനായക എന്ന് പറഞ്ഞാണല്ലോ. ഇതൊക്കെ ഈ സൂത്രപ്പണി ഓരോന്നും രഹസ്യം വെക്കുന്നതാണ് ഈ ശബ്ദങ്ങൾ. അപ്പോൾ അതിൽ ഈ ഭൂതനായക ശബ്ദം വരുന്നത് കൊണ്ട് അത് വെച്ച് ലഗ്നസ്ഫുടം കണക്കാക്കാം. അങ്ങനെ കണക്കാക്കുമ്പോൾ 3:18
പുലർച്ചെ 3:18 എന്ന് കിട്ടുന്നു. അപ്പോൾ 1250 ജനുവരി 2 പുലർച്ചെ 3:18 എന്ന് കിട്ടുന്നു. അപ്പോൾ ഇത് അയ്യപ്പൻ്റെ ജനന സമയം, വർഷം, തീയതിയൊക്കെ കണക്കാക്കിയല്ലോ. ഇതിൻ്റെ കൂടെ ഇനി വാവരുടെ ഒരു കാര്യമുണ്ടല്ലോ. നമ്മളിപ്പോൾ വാബുരനാണ്, ഞാൻ തന്നെ ഇവിടെ ചർച്ചയിൽ വാബുരനെ പറ്റി ചർച്ച ചെയ്തിട്ടുണ്ട് നേരത്തെ. വാബുരനാണ് അദ്ദേഹത്തിൻ്റെ സഹായിയായിട്ട്, അയ്യപ്പൻ്റെ സഹായിയായിട്ട് കൂടെ ഉണ്ടായിരുന്നത് എരുമേലി ഇല്ലേ, ആസ്ഥാനമായിട്ട്. വാവരല്ല എന്നാണല്ലോ. അപ്പോൾ ഇത് വാവർ പാണ്ഡ്യയിൽ നിന്ന് നമ്മൾ ഈ ഭൂതനാഥ സർവസ്വം പറഞ്ഞില്ലേ, അതനുസരിച്ചിട്ട് വാവർ എപ്പോഴാണെന്നുള്ളതാണ്. അത് അയ്യപ്പൻ്റെ കാലത്തല്ല. വാവർ പാണ്ഡ്യയിൽ നിന്ന് കാഞ്ഞിരപ്പള്ളിയിൽ വരുന്നത് 1440 ഭൂതനാഥ സർവസ്വ പ്രകാരം. അയ്യപ്പൻ ജനിച്ച് 190 കൊല്ലത്തിന് ശേഷമാണ് വാവർ ഉണ്ടാകുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ തമിഴ്നാട്ടിലെ അവരാങ്കോവിലിൽ നിന്നാണ് ഈ വാവർ കുടുംബത്തിൻ്റെ വരവ്. മറ്റേത് വാബുരനാണല്ലോ, വാവറല്ല അയ്യപ്പൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. 7 കോട്ടകൾ അയ്യപ്പന് ഉണ്ടായിരുന്നു എന്നാണല്ലോ. 1-ാം കോട്ടയുടെ അധിപൻ ആണ് വാബുരൻ. 1-ാം കോട്ട എരുമേലിയിൽ, വാബുരൻ. അപ്പോൾ വാബുരൻ എരുമേലിയിൽ ക്ഷേത്രം ഉണ്ടായി വരുന്നുണ്ട്. ബാക്കി കോട്ടകൾ 8 കോട്ട എന്നല്ലേ പറഞ്ഞത്. ബാക്കി കാളകെട്ടി, ഉടുമ്പാറമല, കരിമല. കരിമലയിൽ കൊച്ചു കടുത്ത ആണ് വാബുരൻ, കൊച്ചു കടുത്ത പല ഭൂതഗണങ്ങൾ. ശബരി പീഠം, അവിടെ ശബരി, ശരംകുത്തിയാല്, 18-ാം പടി, ഇതൊക്കെയാണ് കോട്ടകൾ ഉണ്ടായിരുന്ന സ്ഥലം. അപ്പോൾ ഇതിൻ്റെ അകത്ത് എനിക്ക് തോന്നിയിരുന്ന ഒരു കൗതുകം, ഈ വാവർ എന്ന് പറയുന്ന ആള്, ഞാൻ പലപ്പോഴും ഈ നമ്മുടെ ധാരാളം ചരിത്രം വായിക്കുന്നതുകൊണ്ട് എനിക്ക് തോന്നിയിരുന്നത് മാലിക് കാഫർ എന്ന് പറഞ്ഞൊരാൾ കേരളത്തിൻ്റെ അതിർത്തി വരെ വന്നിട്ട് ആക്രമിച്ചിരുന്നു. മുസ്ലിം പടയാളി, ഡൽഹി സുൽത്താൻ്റെ പടയാളി, സൈന്യാധിപൻ മാലിക് കാഫർ. ആദ്യം ഹിന്ദു ആയിരുന്നു, പിന്നെ മതം മാറിയതാണ് മാലിക് കാഫർ. അപ്പോൾ മാലിക് കാഫർ ഈ അയ്യപ്പൻ ചരിത്ര പുരുഷനാണ്, യോദ്ധാവാണ്, ഭടനാണ്, വീരനാണ്. എങ്കിൽ അദ്ദേഹം തോൽപ്പിച്ചത് ഒരു മുസ്ലിം പടയാളിയാണെന്ന് കരുതിയാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ചരിത്രത്തിൽ കേരളം ആക്രമിച്ചിട്ടുള്ള മുസ്ലിങ്ങൾ അല്ലേ, പടയാളികൾ, സേനാധിപന്മാരെ നോക്കണം. അപ്പോൾ തിരുവിതാംകൂർ ആക്രമിച്ചതായിട്ട് മുകിലൻ എന്ന് പറഞ്ഞ ഒരാളെ പറ്റി ചരിത്രത്തിലുണ്ട്. മുകിലൻ മുസ്ലിം ആക്രമിച്ച തിരുവിതാംകൂർ. അത് പിന്നത്തെ നൂറ്റാണ്ടാണ്, 16-ാം നൂറ്റാണ്ട്, 15-ാം നൂറ്റാണ്ട്, ആ കാലത്ത്. ഞാൻ ചരിത്രത്തിൽ നോക്കിയത് അതിനു മുമ്പും തിരുവിതാംകൂർ ആക്രമിച്ച മുസ്ലിം പടയാളി ഉണ്ടെങ്കിലല്ലേ അയ്യപ്പനുമായിട്ട് ഒരു പോര് വരുള്ളൂ. അപ്പോൾ അവരെ അങ്ങനെ ആക്രമിച്ച് കീഴടക്കി മറ്റേ കൂടെ ചേർത്തു എന്നൊക്കെയല്ലേ വിശ്വാസം. അപ്പം മുസ്ലിം പടയാളി ഏതെങ്കിലും ഒരാൾ അതിനു മുമ്പുണ്ടോ എന്ന് നോക്കിയാൽ മാലിക് കാഫർ ആണ്. തിരുവിതാംകൂറിൻ്റെ അടുത്തുള്ള പ്രദേശങ്ങൾ മധുരയിൽ നിന്ന് അയാൾ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൽഹിയിൽ നിന്ന് മധുര വന്നു, മീനാക്ഷി ക്ഷേത്രമൊക്കെ ആക്രമിച്ച് ധാരാളം ആനകളുടെ പുറത്തൊക്കെ അവിടെ നിന്നുള്ള സ്വർണ്ണമൊക്കെ മോഷ്ടിച്ച്, അത് കഴിഞ്ഞാൽ ഈ കല്ലടക്കുറിച്ചി അതിർത്തി, അന്ന് തിരുവിതാംകൂർ ഇത്ര വലുതല്ലായിരുന്നു. വേണാട്ട് രാജാവ് ഭരിച്ചിരുന്നത് അംബാസമുദ്രം കല്ലടക്കുറിച്ചി ആസ്ഥാനമായിട്ടാണ്, തലസ്ഥാനം അവിടെയാണ്. അപ്പോൾ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ കുലദേവത ഇരിക്കുന്നത് ഈ കല്ലടക്കുറിച്ചിയിലാണ്, മരകതവല്ലി അമ്മൻ ക്ഷേത്രം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ കല്ലടക്കുറിച്ചി നമ്മൾ നോക്കുമ്പോൾ സത്യത്തിൽ ഞങ്ങളുടെയൊക്കെ കുടുംബത്തിലുമൊക്കെ പ്രധാനമായിട്ടും ശാസ്താപ്രീതി എന്ന് പറഞ്ഞൊരു വിശേഷ ദിവസമാണ് പ്രധാനം. എന്ന് പറഞ്ഞാൽ എന്താണ്? ശാസ്താവിനെ ഉള്ള പൂജയും ആ ദിവസത്തെ സദ്യയും പ്രധാനമായിട്ടും അത്തരം ഗ്രാമങ്ങളിലുമൊക്കെ ചെയ്തിരുന്നത് ഈ ശാസ്താവിനെ പ്രീതിപ്പെടുത്തുക എന്നുള്ളതാണ്. അവിടെയും ഈ അയ്യപ്പനുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ധാരാളം വിശ്വാസങ്ങൾ ശാസ്താവുമായി ബന്ധപ്പെട്ടൊക്കെ ഈ കല്ലടക്കുറിച്ചി ഭാഗത്തുമൊക്കെ ഉണ്ട്. ഈ കല്ലടക്കുറിച്ചിയുടെയൊക്കെ അപ്പുറത്ത് വരെയൊക്കെ മാലിക് കാഫർ വന്നിട്ടുണ്ട്. ഈ മാലിക് കാഫർ ഈ മരിച്ച വർഷം കൃത്യമായിട്ട് ചരിത്രത്തിലുണ്ട്.
1316. അപ്പോൾ മാലിക് കാഫറിൻ്റെ ജീവിച്ച കാലം കുറച്ചുകൂടി നമ്മൾ പുറകോട്ടെടുക്കുക. 1250 അയ്യപ്പൻ ജനിച്ചു എന്ന് വിചാരിക്കുക. അപ്പോൾ 1300 ആവുമ്പോൾ അയ്യപ്പന് 50 വയസ്സല്ലേ ആവുന്നുള്ളൂ. മാലിക് കാഫർ മരിച്ച 16 വർഷം കൂടി എടുത്താൽ മാലിക് കാഫർ മരിക്കുമ്പോൾ അയ്യപ്പന് 66 വയസ്സല്ലേ. അപ്പം മാലിക് കാഫർ കേരളം ഭരിച്ച കാലത്ത് മാലിക് കാഫറിന് ഈ ഇവിടം വിട്ട് പോകേണ്ടി വരുന്നുണ്ട് ഡൽഹിക്ക്. അപ്പോൾ തോറ്റുപോയതാണെന്ന് നമ്മൾ നിഗമനത്തിലെത്തിയാൽ അയ്യപ്പൻ തോൽപ്പിച്ചത് വേണമെങ്കിൽ മാലിക് കാഫറിനെ ആയിരിക്കാം. അതുകൊണ്ട് പിൻവാങ്ങിയതാവാം. മാലിക് കാഫർ. അപ്പം അയ്യപ്പൻ തോൽപ്പിച്ചത് വാവർ എന്ന് പറഞ്ഞ ആളെയല്ല, മാലിക് കാഫറിനെ ആണ് എന്നൊരു ന്യായമായ നിഗമനത്തിൽ എത്താവുന്നതാണ്. എനിക്കത് സ്ഥിരീകരിക്കാനൊന്നും അറിഞ്ഞുകൂടാ. ഞാൻ കേരളത്തിൻ്റെ ഭൂപ്രദേശം ആക്രമിച്ചിട്ടുള്ള ഇസ്ലാമിക പടയാളികളെ പറ്റി ചരിത്രത്തിൽ പരതിയപ്പോൾ കണ്ടിട്ടുള്ളതാണിത്. അപ്പോൾ ഇപ്പോൾ PS മഹേന്ദ്രകുമാർ കണ്ടെത്തിയ അയ്യപ്പൻ്റെ കാലവുമായിട്ട് എൻ്റെ മനസ്സിൽ വളരെ കാലമായിട്ട് നിൽക്കുന്ന ഈ സംശയവും ഒത്തുപോകുന്നുണ്ട്. അതാണ് എൻ്റെ സന്തോഷം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.